First isomorphism theorem. Okay, if f from G to H is a homomorphism, then kernel of f is a normal subgroup of G, and G by kernel of f is isomorphic to image of f. ഓക്കെ, നമുക്കിവിടെ തന്നിരിക്കുന്ന എഫ് ഫ്രം ജി ടു എച്ച് എന്ന് പറയുന്നൊരു ഹോമോമോർഫിസം. അങ്ങനെ ആണെങ്കിൽ നമുക്ക് പ്രൂവ് ചെയ്യണം കേർണൽ ഓഫ് എഫ് ഈസ് എ നോർമൽ സബ് ഗ്രൂപ്പ് ഓഫ് ജി എന്ന് പ്രൂവ് ചെയ്യണം. അതേപോലെ തന്നെ ജി ബൈ കേർണൽ ഓഫ് എഫ് ഫാക്ടർ ഗ്രൂപ്പാണ്. ജി ബൈ കേർണൽ ഓഫ് എഫ് മീൻസ് ഫാക്ടർ ഗ്രൂപ്പ്. ജി ബൈ കേർണൽ ഓഫ് എഫ് എന്ന് പറയുന്ന ഒരു സബ് ഗ്രൂപ്പ് ഓഫ് ജി ആണ് നമ്മൾ പ്രൂവ് ചെയ്യുന്നത്. നോർമൽ സബ് ഗ്രൂപ്പ് ആണെന്ന് പ്രൂവ് ചെയ്യുന്നുണ്ട്. സോ അങ്ങനെ ആണെങ്കിൽ കറസ്പോണ്ടിങ് ഫാക്ടർ ഗ്രൂപ്പ് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും. സോ ദാറ്റ് ഫാക്ടർ ഗ്രൂപ്പ് ജി ബൈ കേർണൽ ഓഫ് എഫ് ഈസ് ഐസോമോർഫിക് ടു ഇമേജ് ഓഫ് എഫ്. ഓക്കെ, ഇമേജ് ഓഫ് എഫ് എന്ന് പറയുന്നത് എവിടെ വരും? എച്ചിൻ്റെ ഒരു സബ്സെറ്റ് ആയിരിക്കും ഇമേജ് ഓഫ് എഫ് എന്ന് പറയുന്നത്. സോ ജി ബൈ കേർണൽ ഓഫ് എഫ് ഈസ് ഐസോമോർഫിക് ടു ഇമേജ് ഓഫ് എഫ് എന്നും പ്രൂവ് ചെയ്യണം. ഓക്കെ, ഞാൻ ഈ കേർണൽ ഓഫ് എഫിന് എപ്പോഴും എഴുതാനുള്ളൊരു സൗകര്യത്തിന് വേണ്ടി ഞാൻ കെ എന്ന് പറഞ്ഞാൽ അതിന് നൊട്ടേഷൻ കൊടുക്കുകയാണ്. ലെറ്റ് കെ ഈസ് ഈക്വൽ ടു കേർണൽ ഓഫ് എഫ്. ഓക്കെ, ഫസ്റ്റ് വി പ്രൂവ് കെ ഈസ് എ നമുക്ക് പ്രൂവ് ചെയ്യണം ആദ്യം കെ ഈസ് എ നോർമൽ സബ് ഗ്രൂപ്പ് ഓഫ് ജി. സോ ഞാൻ ആദ്യം കെ സബ് ഗ്രൂപ്പാണെന്ന് പ്രൂവ് ചെയ്യുകയാണ്, അതിനുശേഷം നോർമലാണെന്ന് പ്രൂവ് ചെയ്യും. സോ ഫസ്റ്റ് വി പ്രൂവ് കെ ഈസ് എ സബ് ഗ്രൂപ്പ് ഓഫ് ജി. സബ് ഗ്രൂപ്പ് ആവാൻ 4 കണ്ടീഷൻസ് വേണം. സോ ഫസ്റ്റ് പ്രോപ്പർട്ടി ക്ലോഷർ പ്രോപ്പർട്ടി നോക്കുവാണ്. എക്സ് വൈ എലമെൻറ്റ് ഓഫ് കെ എടുക്കുന്നു. കെ മീൻസ് എന്താണ്? കേർണൽ ഓഫ് എഫ് ആണ് കെ. സോ എക്സും വൈയും കെയിലാണെങ്കിൽ അതിൻ്റെ കേർണൽ ഓഫ് എഫിനകത്തുണ്ടെങ്കിൽ അതിൻ്റെ ഇമേജ് എന്തായിരിക്കും? 1 ആയിരിക്കും. സോ ദാറ്റ് ഇംപ്ലൈസ് എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് വൈ ഈസ് ഈക്വൽ ടു 1. ഇനി ക്ലോഷർ പ്രോപ്പർട്ടിക്ക് എക്സും വൈയും എലമെൻറ്റ് ഓഫ് കെ ആണെങ്കിൽ എക്സ് വൈ എലമെൻറ്റ് ഓഫ് കെ എന്നാണ് കാണിക്കേണ്ടത്. സോ എക്സ് വൈ എലമെൻറ്റ് ഓഫ് കെ ആകണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? എക്സ് വൈയുടെ ഇമേജ് എന്ന് പറയുന്നത് അണ്ടർ എഫ് 1 ആയിരിക്കണം. സോ എഫ് ഓഫ് എക്സ് വൈ എന്താണെന്ന് നോക്കുവാണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു എനിക്ക് എങ്ങനെ എഴുതാം? എഫ് ഓഫ് എക്സ് ഇൻറ്റു എഫ് ഓഫ് വൈ. എഫ് ഹോമോമോർഫിസം ആയതുകൊണ്ടാണ് അങ്ങനെ എഴുതാൻ സാധിക്കുക. സോ എഫ് ഓഫ് എക്സും 1 ആണ്, എഫ് ഓഫ് വൈയും 1 ആണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 1 ഇൻറ്റു 1. സോ ദാറ്റ് ഈസ് 1. സോ ഇമേജ് 1 ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? എക്സ് വൈ എലമെൻറ്റ് ഓഫ് കെ. നെക്സ്റ്റ് ഈസ് അസോസിയേറ്റീവ് പ്രോപ്പർട്ടി. ലെറ്റ് എക്സ് വൈ സെറ്റ് എലമെൻറ്റ് ഓഫ് കെ. കെ മീൻസ് എന്താണ്? കേർണൽ ഓഫ് എഫിലെ എലമെൻറ്റ്സ് ആണെന്നാണ്. കേർണൽ ഓഫ് എഫിൽ കേർണൽ ഓഫ് എഫ് എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഓൾ കെ മീൻസ് എന്താണ്? കെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ബേസിക് ഡെഫിനേഷൻ എന്താണ്? സെറ്റ് ഓഫ് ഓൾ എലമെൻറ്റ്സ് ഇൻ ജി സച്ച് ദാറ്റ് എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 1. കേർണൽ ഓഫ് എഫിൽ വരണം മീൻസ് സെറ്റ് ഓഫ് ഓൾ എലമെൻറ്റ്സ് ഓഫ് ജി സച്ച് ദാറ്റ് അതിൻ്റെ ഇമേജ് 1 ആകുന്നു. സോ ഈ കേർണൽ ഓഫ് കെയിലുണ്ടെന്ന് പറഞ്ഞാൽ കേർണൽ ഓഫ് എഫ് എന്ന് പറയുന്നത് എപ്പോഴും സബ്സെറ്റ് ഓഫ് ജി ആണ്. ജിയിലെ സം എലമെൻറ്റ്സിൻ്റെ ഇമേജ് 1 ആകുന്നു. സോ സബ്സെറ്റ് ഓഫ് ജി ആയതുകൊണ്ട് തന്നെ എക്സ് വൈ സെറ്റ് കെയിലുണ്ടെങ്കിൽ എക്സ് വൈ സെറ്റ് എവിടെയുണ്ട്? ജിയിലുണ്ട്. ജി എന്ന് പറയുന്ന ഗ്രൂപ്പാണ്, അതുകൊണ്ട് തന്നെ അവിടെ അസോസിയേറ്റീവ് പ്രോപ്പർട്ടി ഹോൾഡ് ചെയ്യും. സോ നമുക്ക് എന്ത് പറയാം? എക്സ് ഇൻറ്റു വൈ സെഡ് ഈസ് ഈക്വൽ ടു എക്സ് വൈ ഇൻറ്റു സെഡ് എന്ന് പറയാം. സോ അസോസിയേറ്റീവ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്തു. ഏത് എലമെൻറ്റ്സ് എടുത്താലും കെയിലെ ഏത് എലമെൻറ്റ്സ് എടുത്താലും അത് ജിയിലുണ്ട്. ജിയിൽ അസോസിയേറ്റീവ് പ്രോപ്പർട്ടി ഹോൾഡ് ചെയ്യും. സോ അതുകൊണ്ട് നമുക്ക് അസോസിയേറ്റീവ് പ്രോപ്പർട്ടി കെയിലും ഹോൾഡ് ചെയ്യും. നെക്സ്റ്റ് പ്രോപ്പർട്ടി ഈസ് എക്സിസ്റ്റൻസ് ഓഫ് ഐഡൻറ്റിറ്റി എലമെൻറ്റ്. ഓക്കെ, എഫ് ഓഫ് 1 ഈസ് ഈക്വൽ ടു 1 ആണ്. അത് ഹോമോമോർഫിസത്തിൻ്റെ പ്രോപ്പർട്ടി. ഒരു ഹോമോമോർഫിസം എപ്പോഴും ഐഡൻറ്റിറ്റി എലമെൻറ്റിലേക്ക് മാപ്പ് ചെയ്യുള്ളൂ. അതുകൊണ്ട് തന്നെ 1ൻ്റെ ഇമേജ് എന്ന് പറയുന്നത് 1 തന്നെ ആയിരിക്കും. സോ അതുകൊണ്ട് തന്നെ 1ൻ്റെ ഇമേജ് 1 ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? 1 ഈസ് എലമെൻറ്റ് ഓഫ് കേർണൽ ഓഫ് എഫ്. സോ 1 എലമെൻറ്റ് ഓഫ് കെ എന്ന് കിട്ടും. ഓക്കെ, നെക്സ്റ്റ് പ്രോപ്പർട്ടി. സോ ഐഡൻറ്റിറ്റി എലമെൻറ്റ് എക്സിസ്റ്റ് ചെയ്യും. നെക്സ്റ്റ് എക്സിസ്റ്റൻസ് ഓഫ് ഇൻവേഴ്സ്. ലെറ്റ് എക്സ് എലമെൻറ്റ് ഓഫ് കെ. ഏതൊരു എലമെൻറ്റ് എക്സ് എടുത്താലും അതിൻ്റെ ഇൻവേഴ്സും കെയ്ക്കകത്ത് തന്നെ ഉണ്ടായിരിക്കണം. എക്സ് ഇൻവേഴ്സ് എലമെൻറ്റ് ഓഫ് കെ എന്നാണ് നമുക്ക് കാണിക്കേണ്ടത്. എക്സ് എലമെൻറ്റ് ഓഫ് കെ ആയതുകൊണ്ട് തന്നെ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് 1 ആയിരിക്കും. ഇനി എക്സ് ഇൻവേഴ്സ് കെയിലുണ്ടെന്ന് കാണിക്കണം. അതിന് വേണ്ടിയിട്ട് എഫ് ഓഫ് എക്സ് ഇൻവേഴ്സ് 1 ആണെന്ന് കാണിച്ചാൽ മതി. സോ എഫ് ഓഫ് എക്സ് ഇൻവേഴ്സ് എന്ന് പറയുന്നത് എടുക്കുകയാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു എനിക്ക് എങ്ങനെ എഴുതാം? ഹോമോമോർഫിസത്തിൻ്റെ പ്രോപ്പർട്ടിയാണ്. എഫ് ഓഫ് എക്സ് ഇൻവേഴ്സിന് നമുക്ക് എങ്ങനെ എഴുതാം? എഫ് ഓഫ് എക്സ് ദ ഹോൾ ഇൻവേഴ്സ് എന്ന് എഴുതാം. എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ 1 ആണ്. സോ ദാറ്റ് ഈസ് 1 ഇൻവേഴ്സ്. 1ൻ്റെ ഇൻവേഴ്സ് എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? ഗ്രൂപ്പാണല്ലോ. സോ 1ൻ്റെ ഇൻവേഴ്സ് എന്ന് പറയുന്നത് എപ്പോഴും 1 തന്നെയായിരിക്കും. ഓക്കെ, ഐഡൻറ്റിറ്റി എലമെൻറ്റിൻ്റെ ഇൻവേഴ്സ് എന്ന് പറയുന്നത് എപ്പോഴും എന്ത് തന്നെയാണ്? ഐഡൻറ്റിറ്റി എലമെൻറ്റ് തന്നെയാണ്. അത് ഗ്രൂപ്പിൻ്റെ പ്രോപ്പർട്ടിയാണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 1 കിട്ടും. ദാറ്റ് ഇംപ്ലൈസ് എന്താണ്? എഫ് ഓഫ് എക്സ് ഇൻവേഴ്സ് 1 ആയി. ദാറ്റ് ഇംപ്ലൈസ് എക്സ് ഇൻവേഴ്സ് എലമെൻറ്റ് ഓഫ് കെ. ദസ് കെ ഈസ് എ സബ് ഗ്രൂപ്പ് ഓഫ് ജി എന്ന് കിട്ടി. നെക്സ്റ്റ് നമുക്ക് നോർമൽ സബ് ഗ്രൂപ്പാന്ന് പ്രൂവ് ചെയ്യണം. ദാറ്റ് മീൻസ് വി ഹാവ് ടു പ്രൂവ് കെ ഈസ് നോർമൽ ഇൻ ജി. കെ നോർമൽ ഇൻ ജി ആണെങ്കിൽ എന്ത് വേണം? ഞാൻ 2 എലമെൻറ്റ്സ് എടുക്കുകയാണ്. ജി എലമെൻറ്റ് ഓഫ് ജിയും എക്സ് എലമെൻറ്റ് ഓഫ് കെയും എടുക്കുന്നു. കെയിൽ നിന്ന് ഓരോ എലമെൻറ്റ്സ് ചൂസ് ചെയ്യുന്നു. ടു പ്രൂവ് കെ ഈസ് നോർമൽ ഇൻ ജി വി ഹാവ് ടു പ്രൂവ് എന്താണ്? ജി എക്സ് ജി ഇൻവേഴ്സ് എലമെൻറ്റ് ഓഫ് കെ ഫോർ ഓൾ ജി എലമെൻറ്റ് ഓഫ് ജി ആൻഡ് ഫോർ ഓൾ എക്സ് എലമെൻറ്റ് ഓഫ് കെ. ഈ ജിയും എക്സും ഈ ജി എലമെൻറ്റ് ഓഫ് ജി ആണ്, എക്സ് എലമെൻറ്റ് ഓഫ് കെ. കെ എന്ന് പറയുന്നത് സബ്സെറ്റ് ഓഫ് ജി ആയതുകൊണ്ട് തന്നെ ഈ എക്സും എവിടെ കാണും? ജിയിൽ കാണും.
സോ ജി ഇൻവേഴ്സും ജിയിൽ കാണും, ജി ഒരു ഗ്രൂപ്പ് ആയതുകൊണ്ട് തന്നെ. അതുകൊണ്ട് തന്നെ ഈ ജിയും എക്സും ജി ഇൻവേഴ്സും ജിയിൽ കാണും. സോ ജി എക്സ് ജി ഇൻവേഴ്സ് എടുത്തു കഴിഞ്ഞാൽ അത് എപ്പോഴും ജിയിലുണ്ടായിരിക്കും. സോ കെ ഈസ് നോർമൽ ഇൻ ജി ആവണം എന്നുണ്ടെങ്കിൽ ഈ പ്രോഡക്റ്റ് ജി എക്സ് ജി ഇൻവേഴ്സ് എന്ന് പറയുന്നത് എവിടെ വരണം? കെയിൽ വരണം. ഓക്കെ, സോ ഇത് കെയിലുണ്ടെന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അത് കെയിലുണ്ടെങ്കിൽ എന്തായിരിക്കണം? കെ എന്ന് പറയുന്നത് കേർണൽ ഓഫ് എഫ് ആണ്. സോ അത് കെയിലുണ്ടെന്ന് പ്രൂവ് ചെയ്യാൻ അതിൻ്റെ ഇമേജ് 1 ആണോ എന്ന് ചെക്ക് ചെയ്യാം. 1 ആണെങ്കിൽ നമുക്ക് പറയാം അത് കെയിലുണ്ടെന്ന് ഈ എലമെൻറ്റ്. സോ എഫ് ഓഫ് ജി എക്സ് ജി ഇൻവേഴ്സ് ഞാൻ എടുക്കുകയാണ്. ഹോമോഫ്സത്തിൻ്റെ പ്രോപ്പർട്ടി വെച്ച് അതിനെ എനിക്ക് എങ്ങനെ മാറ്റി എഴുതാം? എഫ് ഓഫ് ജി ഇൻറ്റു എഫ് ഓഫ് എക്സ് ഇൻറ്റു എഫ് ഓഫ് ജി ഇൻവേഴ്സ്. ഹോമോഫ്സത്തിന് എഫ് ഓഫ് എക്സ് വൈ നമുക്ക് എഫ് ഓഫ് എക്സ് ഇൻറ്റു എഫ് ഓഫ് വൈ എന്ന് എഴുതാം. അതേ പ്രോപ്പർട്ടി 3 എലമെൻറ്റ്സിന് നമുക്ക് ഇങ്ങനെ എഴുതാം. ഇനി എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് 1 ആയിരിക്കും, കാരണം എക്സ് നമ്മൾ കെയിൽ നിന്നാണ് എടുത്തത്. സോ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഇമേജ് 1. സോ എഫ് ഓഫ് എക്സ് 1 നെക്സ്റ്റ് സ്റ്റെപ്പിൽ അത് കൊടുക്കുന്നു. ഇനി 1ഉമായിട്ട് ഏത് എലമെൻറ്റ് ഓപ്പറേറ്റ് ചെയ്താലും എന്ത് തന്നെ 1 ഐഡൻറ്റിറ്റി ആണ്. സോ അതുകൊണ്ട് എഫ് ഓഫ് ജി ഇൻറ്റു എഫ് ഓഫ് ജി ഇൻവേഴ്സ് എന്ന് കിട്ടും. ഓക്കെ, നെക്സ്റ്റ് എഫ് ഓഫ് ജി ഇൻവേഴ്സിനെ ഹോമോഫ്സത്തിൻ്റെ പ്രോപ്പർട്ടി വെച്ച് നമുക്ക് എഫ് ഓഫ് ജി ദ ഹോൾ ഇൻവേഴ്സ് എന്ന് എഴുതാം. സോ ഇത് എഫ് ഓഫ് ജിയും എഫ് ഓഫ് ജിയുടെ ഇൻവേഴ്സും കൂടെ ഓപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? ഐഡൻറ്റിറ്റി കിട്ടും. ഓക്കെ, സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 1 എന്ന് കിട്ടും. സോ നമുക്ക് എന്ത് പറയാം? അതിൻ്റെ ഇമേജ് 1 ആണ് ജി എക്സ് ജി ഇൻവേഴ്സിൻ്റെ. സോ ജി എക്സ് ജി ഇൻവേഴ്സ് എലമെൻറ്റ് ഓഫ് കെ എന്ന് കിട്ടും. സോ ഹെൻസ് കെ ഇസ് നോർമൽ ഇൻ ജി എന്ന് കിട്ടി. സോ നമ്മൾ കെ ഇസ് എ സബ് ഗ്രൂപ്പ് ഓഫ് ജി എന്നും പ്രൂവ് ചെയ്തു, കെ ഇസ് നോർമൽ ഇൻ ജി എന്നും പ്രൂവ് ചെയ്തു. നമുക്കിപ്പോൾ എന്ത് പറയാം? ദസ് കെ ഇസ് എ നോർമൽ സബ് ഗ്രൂപ്പ് ഓഫ് ജി. ഓക്കെ, നെക്സ്റ്റ് എന്താണ് നമുക്ക് തിയറത്തിൽ പ്രൂവ് ചെയ്യാനുള്ളത്? കെ ഇസ് എ നോർമൽ സബ് ഗ്രൂപ്പ് ഓഫ് ജി എന്ന് പ്രൂവ് ചെയ്തു. ആൻഡ് ഇനി എന്ത് പ്രൂവ് ചെയ്യണം? ജി ബൈ കേർണൽ ഓഫ് എഫ് ഇസ് ഐസോമോർഫിക് ടു ഇമേജ് ഓഫ് എഫ്. ജി ബൈ കേർണൽ ഓഫ് എഫും ഇമേജ് ഓഫ് എഫും ഐസോമോർഫിക് ആണെന്നും. സോ അങ്ങനെ ആണെങ്കിൽ ജി ബൈ കേർണൽ ഓഫ് എഫിൽ നമുക്കൊരു മാപ്പിംഗ് ഡിഫൈൻ ചെയ്യണം. ആ മാപ്പിംഗ് ഐസോമോർഫിസം ആണെന്ന് കാണിക്കണം. ആ മാപ്പിംഗ് ഐസോമോർഫിസം ആണെങ്കിൽ എന്തൊക്കെയാവണം? ഒരു മാപ്പിംഗ് ഐസോമോർഫിസം ആണെന്നുണ്ടെങ്കിൽ അത് 1 ആവണം, ഓൺ ടു ആകണം, ആൻഡ് ഹോമോർഫിസം ആവണം. സോ ജി ബൈ കേർണൽ ഓഫ് എഫിൽ നിന്ന് ഇമേജ് ഓഫ് എഫിലേക്ക് ഞാനൊരു മാപ്പിംഗ് ഡിഫൈൻ ചെയ്യുകയാണ്. ഓക്കെ, നെക്സ്റ്റ് ടു പ്രൂവ് ജി ബൈ കെ. കേർണൽ ഓഫ് എഫിന് നമ്മൾ കെ എന്ന് കൊടുത്തു. സോ അതുകൊണ്ടാണ് ജി ബൈ കെ ഇസ് ഐസോമോർഫിക് ടു ഇമേജ് ഓഫ് എഫ് എന്ന് പ്രൂവ് ചെയ്യാൻ ഫസ്റ്റ് ഞാൻ മാപ്പിംഗ് ഡിഫൈൻ ചെയ്യുന്നു. ഡിഫൈൻ 5 ഫ്രം ജി ബൈ കെ ടു ഇമേജ് ഓഫ് എഫ് ബൈ ജി ബൈ കെയിലെ എലമെൻസിൻ്റെ ഫോം എന്താണ്? കോസെറ്റ്സ് ആണ്. കോസെറ്റ്സ് ഓഫ് ദി ഫോം എക്സ് കെ, വേറെ എക്സ് ക്യാപിറ്റൽ കെ തന്നെയാണ് നമ്മളിവിടെ എഴുതുന്നത്. ഓക്കെ, നമ്മൾ എച്ച് ആണ് സബ് ഗ്രൂപ്പ് എങ്കിൽ ജി ബൈ എച്ചിലെ എലമെൻറ്റ്സ് എ എച്ച് ബി എച്ച് എന്നൊക്കെ പറയുന്ന കോസെറ്റ്സ് ഇല്ല. അതേപോലെ ഇവിടെ ജിയിലെ എലമെൻറ്റ് എക്സ് എടുത്ത എക്സ് കെ എന്ന് പറയുന്നത് ജി ബൈ കെയിലെ എലമെൻറ്റ്സ് ആണ്. കോസെറ്റുകളുടെ കളക്ഷനാണ് ദിസ് ജി ബൈ കെ എന്ന് പറയുന്ന ഫാക്ടർ ഗ്രൂപ്പ്. സോ ഞാൻ മാപ്പിംഗ് ഡിഫൈൻ ചെയ്യുകയാണ്. ഫൈ ഓഫ് എക്സ് കെ ഈസ് ഈക്വൽ ടു എന്താണ്? ഈ എക്സ് എന്ന് പറയുന്നത് ജിയിലെ എലമെൻ്റ് ആണ്. ഇനി ഇമേജ് ഓഫ് എഫിലേക്കാണ് മാപ്പിംഗ് ഡിഫൈൻ ചെയ്യുന്നത്. സോ ദിസ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്നാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. കാരണം ഈ എക്സ് ജിയിലെ എലമെൻറ്റാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എഫ് ഓഫ് എക്സ്, എഫ് എന്ന് പറയുന്ന മാപ്പിംഗ് എവിടുന്ന് എങ്ങോട്ടായിരുന്നു? ജിയിൽ നിന്ന് എച്ചിലേക്കാണ്. സോ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താണ്? ജിയിലെ എലമെൻറ്റിൻ്റെ ഒരു ഇമേജ് ആണ്. സോ അതുകൊണ്ട് തന്നെ ഇമേജ് ഓഫ് എഫിൽ വരും. ഓക്കെ, സോ ദാറ്റ് ഈസ് എഫ് ഓഫ് എക്സ് എന്ന് ഡിഫൈൻ ചെയ്തു. ഓക്കെ, ഫസ്റ്റ് ഈ മാപ്പിംഗ് വെൽ ഡിഫൈൻഡ് ആണോ എന്ന് നോക്കണം. സോ ആദ്യം ഞാനത് പ്രൂവ് ചെയ്യാണ്. ടു പ്രൂവ് ഫൈ ഈസ് വെൽ ഡിഫൈൻഡ്. ഒരു മാപ്പിംഗ് വെൽ ഡിഫൈൻഡ് ആവണമെങ്കിൽ ഒരു എലമെൻറ്റിന് ഒന്നിൽ കൂടുതൽ ഇമേജ് ഉണ്ടാവാൻ പാടില്ല. ഒരു എലമെൻറ്റിന് ഒന്നിൽ കൂടുതൽ ഇമേജസ് ഉണ്ടാവാൻ പാടില്ല. സോ അത് നമ്മൾ എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, തിയറിറ്റിക്കലി നമ്മളൊരു മാപ്പിംഗ് വെൽ ഡിഫൈൻഡ് ആണോ എന്ന് ചെക്ക് ചെയ്യുന്നത് ഇങ്ങനെയാണ്. സപ്പോസ് 2 എലമെൻറ്റ്സ് ഇൻ ദ ഡൊമൈൻ ഞാൻ ഈക്വൽ ആണെന്ന് പറഞ്ഞെടുക്കുകയാണ്. ജി ബൈ കെയിലെ 2 എലമെൻറ്റ്സ് എക്സ് ഡാഷ് കെ ഈസ് ഈക്വൽ ടു എക്സ് കെ. 2 എലമെൻറ്റ്സ് ഈക്വൽ ആണെന്ന് പറഞ്ഞെടുത്താൽ ആ 2 എലമെൻറ്റ്സിൻ്റെ ഇമേജും എന്ത് തന്നെയായിരിക്കണം? ഈക്വൽ ആണെന്ന് കാണിച്ചാൽ മതി. സോ അങ്ങനെ ആണെങ്കിൽ ഒരു എലമെൻറ്റിന് ഒന്നിൽ കൂടുതൽ ഇമേജ് ഉണ്ടാവില്ല എന്നാണ് അതിനർത്ഥം. 2 എലമെൻറ്റ്സ് നമ്മൾ ജി ബൈ കെയിൽ 2 എലമെൻറ്റ്സ് എടുത്തു, ഈക്വൽ ആയിട്ടുള്ള 2 എലമെൻറ്റ്സ് എടുത്തു, അതിൻ്റെ ഇമേജസും എന്ത് തന്നെയായിരിക്കണം? ഈക്വൽ ആയിരിക്കണം. ഓക്കെ, സോ സപ്പോസ് എക്സ് ഡാഷ് കെ ഈസ് ഈക്വൽ ടു എക്സ് കെ ഫോർ സം എക്സ് ഡാഷ് എക്സ് എലമെൻറ്റ് ഓഫ് ജി. ഓക്കെ, ഇനി 2 കോസെറ്റ്സിൻ്റെ പ്രോപ്പർട്ടിയാണ് ബ്രാക്കറ്റിൽ എഴുതിയിരിക്കും. നോക്കുക. ബൈ പ്രോപ്പർട്ടി ഓഫ് കോസെറ്റ്സ് എ എച്ച് ഈസ് ഈക്വൽ ടു ബി എച്ച്. 2 കോസെറ്റ്സ് ഈക്വൽ ആണെങ്കിൽ ഇഫ് ആൻഡ് ഓൺലി ഇഫ് എപ്പോഴേ ഈക്വൽ ആകും ബി ഇൻവേഴ്സ് എ എലമെൻറ്റ് ഓഫ് എച്ച് ആയിരിക്കും. സോ ഇവിടെ അതുപോലെയാണ് എക്സ് ഡാഷ് കെ ഈസ് ഈക്വൽ ടു എക്സ് കെ. സോ നമുക്ക് എന്ത് പറയാം? ദാറ്റ് ഇംപ്ലൈസ് ബി ഇൻവേഴ്സ് എ ആണ്. സോ എക്സ് ഇൻവേഴ്സ് എക്സ് ഡാഷ് എലമെൻറ്റ് ഓഫ് കെ. ദാറ്റ് ഇംപ്ലൈസ് എക്സ് ഇൻവേഴ്സ് എക്സ് ഡാഷ് എലമെൻറ്റ് ഓഫ് കെ ആണെങ്കിൽ കെയിലെ എലമെൻ്റ് ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? എക്സ് ഇൻവേഴ്സ് എക്സ് ഡാഷ് ഈസ് ഈക്വൽ ടു സം സ്മോൾ കെ ഫോർ സം സ്മോൾ കെ എലമെൻറ്റ് ഓഫ് ക്യാപിറ്റൽ കെ. കെയിലെ ഒരു എലമെൻ്റ് ആണെങ്കിൽ അതിന് ഞാൻ സം സ്മോൾ കെ എന്ന് ഡിനോട്ട് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. ഇനി ഒരു എക്സ് വെച്ച് മൾട്ടിപ്ലൈ ആണ് ലെഫ്റ്റ് സൈഡിൽ.
സോ എക്സ് ഇൻറ്റു എക്സ് ഇൻവേഴ്സ് എക്സ് ഡാഷ് ഈസ് ഈക്വൽ ടു എക്സ് കെ ഫോർ സം കെ എലമെൻറ്റ് ഓഫ് കെ. ഇനി അസോസിയേറ്റീവ് പ്രോപ്പർട്ടി ഉപയോഗിക്കുന്നു ഗ്രൂപ്പിൻ്റെ. സോ എക്സിനെ എക്സ് ഇൻവേഴ്സിനെ അറ്റാച്ച് ചെയ്യുന്നു. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പിൽ എക്സ് ഇൻവേഴ്സ് എന്ന് പറയുന്നത് ഐഡൻറ്റിറ്റി 1 കിട്ടും. സോ 1 ഇൻറ്റു എക്സ് ഡാഷ് ഈസ് ഈക്വൽ ടു എക്സ് കെ എന്നാവും. സോ ദാറ്റ് ഈസ് എക്സ് ഡാഷ് ഈസ് ഈക്വൽ ടു എക്സ് കെ ഫോർ സം കെ എലമെൻറ്റ് ഓഫ് കെ എന്ന് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഫൈ വെൽ ഡിഫൈൻഡ് ആണെന്ന് കാണിക്കാൻ ഫൈ ഓഫ് എക്സ് ഡാഷ് കെ ഈസ് ഈക്വൽ ടു ഫൈ ഓഫ് എക്സ്, ഇതിൽ ഇമേജസ് ഈക്വൽ ആണെന്ന് കാണിക്കണം. സോ ഞാൻ ഫൈ ഓഫ് എക്സ് ഡാഷ് കെ എടുക്കുകയാണ്. ഫൈ ഓഫ് എക്സ് ഡാഷ് കെ ഈ മാപ്പിങ്ങിൻ്റെ ഡെഫിനേഷൻ, ഫൈയുടെ ഡെഫിനേഷൻ വെച്ചിട്ട് എനിക്ക് എങ്ങനെ എഴുതാം? എഫ് ഓഫ് എക്സ് ഡാഷ് എന്ന് എഴുതാം. ഇനി എക്സ് ഡാഷ് എന്ന് പറയുന്നതിനെ എനിക്ക് എങ്ങനെ മാറ്റി എഴുതാമെന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. എക്സ് ഡാഷ് ഈസ് ഈക്വൽ ടു എക്സ് കെ ആണ്. സോ എക്സ് ഡാഷ് ഈസ് ഈക്വൽ ടു എക്സ് കെ, എഫ് ഓഫ് എക്സ് കെ എന്നാവും. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ എനിക്ക് എങ്ങനെ മാറ്റി എഴുതാം? ഈ കെ എന്ന് പറയുന്നത് ക്യാപിറ്റൽ കെ അല്ല ഇവിടെ. എക്സ് ഡാഷ് ഈസ് ഈക്വൽ ടു എക്സ് കെ ഫോർ സം കെ എലമെൻറ്റ് ഓഫ് ക്യാപിറ്റൽ കെ ആണ്. അതുകൊണ്ട് തന്നെ സ്മോൾ കെ ആണ്. കെ എന്ന് പറയുന്ന ഗ്രൂപ്പിലെ ഒരു എലമെൻ്റ് ആണത്. സോ ഇവിടെ ഹോമോഫിസത്തിൻ്റെ പ്രോപ്പർട്ടി വെച്ച് എനിക്ക് ഇതിനെ എങ്ങനെ മാറ്റി എഴുതാം? എഫ് ഓഫ് എക്സ് ഇൻറ്റു എഫ് ഓഫ് കെ. എഫ് എന്ന് പറയുന്നത് ഒരു ഹോമോഫിസ് ആണല്ലോ. സോ എഫ് ഓഫ് എക്സ് ഇൻറ്റു എഫ് ഓഫ് കെ. ഇനി എഫ് ഓഫ് കെ എന്ന് പറയുന്നത് 1 ആണ്, കാരണം കെ ഈസ് ആൻ എലമെൻറ്റ് ഓഫ് കെ. സോ കെ കേർണൽ ഓഫ് എഫിലെ എലമെൻറ്റ്സിൻ്റെ എല്ലാം ഇമേജ് 1 ആണ്. സോ എഫ് ഓഫ് കെ 1 എന്ന് കിട്ടും. സോ ദാറ്റ് ഈസ് എഫ് ഓഫ് എക്സ് എന്ന് തന്നെ കിട്ടും. എഫ് ഓഫ് എക്സ് മീൻസ് അതിന് ഡെഫിനേഷൻ വെച്ച് എനിക്ക് എങ്ങനെ എഴുതാം? ഫൈ ഓഫ് എക്സ് കെ ആണ് എഫ് ഓഫ് എക്സ്. സോ ദിസ് ഈസ് ഈക്വൽ ടു ഫൈ ഓഫ് എക്സ് കെ എന്ന് കൊടുക്കാം. സോ നമുക്കിപ്പോൾ എന്താ കിട്ടിയത്? ദസ് എക്സ് ഡാഷ് കെ ഈസ് ഈക്വൽ ടു എക്സ് കെ ഇംപ്ലൈസ് ഫൈ ഓഫ് എക്സ് ഡാഷ് കെ ഈസ് ഈക്വൽ ടു ഫൈ ഓഫ് എക്സ് കെ എന്ന് കിട്ടി. ഹെൻസ് ഫൈ ഈസ് എ വെൽ ഡിഫൈൻഡ് മാപ്പിംഗ്. ഇനി ഞാൻ ഫൈ ഐസോമോർഫിസം എന്ന് പ്രൂവ് ചെയ്യാനായിട്ട് ഫൈ ഈസ് എ ഹോമോർഫിസം എന്ന് ആദ്യം പ്രൂവ് ചെയ്യാൻ പോവാണ്. ഓക്കെ, അതിന് വേണ്ടിയിട്ട് 2 എലമെൻറ്റ്സ് എടുക്കുന്നു ജി ബൈ കെയിൽ. ലെറ്റ് എക്സ് കെ വൈ കെ എലമെൻറ്റ് ഓഫ് ജി ബൈ കെ. ഇനി ഫൈ ഓഫ് എക്സ് കെ ഇൻറ്റു വൈ കെ നോക്കുകയാണ്. അതായത് ഫൈ ഓഫ് 2 എലമെൻറ്റ്സിൻ്റെ പ്രോഡക്റ്റ് എടുക്കുകയാണ്. ഓക്കെ, ഫൈ ഓഫ് എക്സ് കെ ഇൻറ്റു വൈ കെ. അതിനെ കോസെറ്റ്സിൻ്റെ പ്രോപ്പർട്ടി ഉപയോഗിച്ച് ഈ 2 എക്സ് മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് എനിക്ക് എങ്ങനെ എഴുതാം? ഫൈ ഓഫ് എക്സ് വൈ ഇൻറ്റു കെ എന്ന് എഴുതാം. ഓക്കെ, ഇനി ഫൈയുടെ ഡെഫിനേഷൻ വെച്ചിട്ട് അതിനെ എങ്ങനെ മാറ്റി എഴുതാം? ദിസ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ. ഇനി എഫ് ഒരു ഹോമോർഫിസം ആയതുകൊണ്ട് എങ്ങനെ എഴുതാം? ദിസ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ഇൻറ്റു എഫ് ഓഫ് വൈ. ഇനി എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താണ്? ഫൈ ഓഫ് എക്സ് കെ ആണ്. എഫ് ഓഫ് വൈ ഈസ് ഫൈ ഓഫ് വൈ കെ. സോ ഇപ്പോൾ എന്ത് കിട്ടി? ഫൈ ഓഫ് എക്സ് കെ ഇൻറ്റു വൈ കെ ഈസ് ഈക്വൽ ടു ഫൈ ഓഫ് എക്സ് കെ ഇൻറ്റു ഫൈ ഓഫ് വൈ കെ. സോ ഫൈ ഈസ് എ ഹോമോർഫിസം എന്ന് പ്രൂവ് ചെയ്തു. നെക്സ്റ്റ് ടു പ്രൂവ് ഫൈ ഈസ് 1 1. ഓക്കെ, നമ്മൾ ലെമ്മ G4 വെച്ച് പഠിച്ചു. ഒരു ഫംഗ്ഷൻ 1 1 ആണെന്ന് പ്രൂവ് ചെയ്യാൻ എന്ത് എഫ് ഫ്രം G2H എന്ന് പറയുന്ന ഒരു ഹോമോർഫിസം ആണെന്നുണ്ടെങ്കിൽ ലെമ്മ G4 പറയുന്നത് എന്താണ്? എഫ് ഫ്രം G2H ഈസ് എ ഹോമോർഫിസം ആണെന്നുണ്ടെങ്കിൽ എഫ് ഇസ് ആൻ ഇൻജെക്ഷൻ അഥവാ എഫ് ഇസ് 1 1 ഇഫ് ആൻഡ് ഓൺലി ഇഫ് കേർണൽ ഓഫ് എഫ് ഈസ് ഈക്വൽ ടു 5. ഒരു ഹോമോർഫിസം 1 1 ആകുന്നത് എപ്പോഴാണെന്നാണ് പറയുന്നത്. ഇവിടെയും നമ്മൾ 5 1 1 ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. 5 ഈസ് എ ഹോമോർഫിസം എന്ന് പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. സോ ഈ ഹോമോർഫിസം 1 1 ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? കേർണൽ ഓഫ് 5 എന്ന് പറയുന്നത് എന്തായാൽ മതി? സെറ്റ് 1 ആയാൽ മതി. ഓക്കെ, സോ കേർണൽ ഓഫ് 5 എനിക്ക് എങ്ങനെയാണ് ബൈ ഡെഫിനിഷൻ എങ്ങനെ എഴുതാം? സെറ്റ് ഓഫ് ഓൾ എക്സ് കെ എലമെൻറ്റ് ഓഫ് ജി ബൈ കെ. ജി ബൈ കെ ആണ് ഫൈയുടെ ഡൊമൈൻ. സോ സെറ്റ് ഓഫ് ഓൾ എക്സ് കെ എലമെൻറ്റ് ഓഫ് ജി ബൈ കെ സച്ച് ദാറ്റ് ഫൈ ഓഫ് എക്സ് കെ ഈസ് ഈക്വൽ ടു 1. ഇനി ഫൈ ഓഫ് എക്സ് കെ ഈസ് ഈക്വൽ ടു 1 ആകുന്നത് എപ്പോഴാണെന്ന് ചെക്ക് ചെയ്യാം. ഫൈ ഓഫ് എക്സ് കെ ഈസ് ഈക്വൽ ടു 1 ഇംപ്ലൈസ് ബൈ ഡെഫിനിഷൻ ഫൈ ഓഫ് എക്സ് കെ എന്ന് പറയുന്നത് എന്താണ്? എഫ് ഓഫ് എക്സ് ആണ്. സോ ദാറ്റ് ഇംപ്ലൈസ് എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 1. എഫ് ഓഫ് എക്സ് 1 ആണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കണം? എക്സ് എലമെൻറ്റ് ഓഫ് കെ ആയിരിക്കണം. എക്സ് എലമെൻറ്റ് ഓഫ് കെ ആണ് ബൈ കോസെറ്റിൻ്റെ പ്രോപ്പർട്ടി വെച്ച് എക്സ് കെ എന്ന് പറയുന്ന കോസെറ്റ് എന്ത് തന്നെയാണ്? ദാറ്റ് ഈസ് ഈക്വൽ ടു കെ തന്നെയാണ്. കാരണം എന്താണ്? എക്സ് കെയിലെ എലമെൻ്റ് ആണെങ്കിൽ ഈ എക്സ് കെ എന്ന് പറയുന്ന കോസെറ്റ് മീൻസ് എക്സ് ഇൻറ്റു കെയിലെ എലമെൻറ്റ്സുമായിട്ട് നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്നതാണ്. ആ എക്സ് തന്നെ കെയ്ക്കകത്തുണ്ടെങ്കിൽ ഈ എക്സും കെയിലെ എലമെൻറ്റ്സും ഓപ്പറേറ്റ് ചെയ്താൽ കെ ഒരു ഗ്രൂപ്പ് ആയതുകൊണ്ട് തന്നെ കെയിലെ എലമെൻറ്റ്സ് മാത്രമേ കിട്ടുള്ളൂ, വേറൊരു എലമെൻറ്റ്സും വരില്ല. സോ എക്സ് കെ ഈസ് ഈക്വൽ ടു കെ. ഇത് കോസെറ്റിൻ്റെ പ്രോപ്പർട്ടിയിൽ നിങ്ങൾ പഠിക്കുന്നതാണ്. എക്സ് എലമെൻറ്റ് ഓഫ് എച്ച് ആണെങ്കിൽ എക്സ് എച്ച് ഈസ് ഈക്വൽ ടു എച്ച് തന്നെയായിരിക്കും. സോ ദാറ്റ് ഈസ് എക്സ് എലമെൻറ്റ് ഓഫ് കെ ആണെങ്കിൽ എക്സ് കെ ഈസ് ഈക്വൽ ടു കെ തന്നെ കിട്ടും. സോ ഫൈ ഓഫ് എക്സ് കെ ഈസ് ഈക്വൽ ടു 1 ആണെങ്കിൽ നമുക്ക് എന്താ കിട്ടുന്നത്? എക്സ് കെ എന്ന് പറഞ്ഞാൽ ആ എക്സ് കെകൾ എന്ന് പറഞ്ഞാൽ കെ തന്നെയായിരിക്കും. സോ ഫൈ ഓഫ് എക്സ് കെ 1 ആകുന്ന ഒരേ ഒരു എലമെൻറ്റേ ഉള്ളൂ, അതെന്താണ്? കെ ആണ്. സോ നമുക്ക് കേർണൽ ഓഫ് ഫൈക്കകത്ത് ഈ എക്സ് കെ എന്ന് പറയുന്നത് ഒരേ ഒരു എലമെൻറ്റേ വരുള്ളൂ, കെ ആണ്. സോ കേർണൽ ഓഫ് ഫൈ ഈസ് ഈക്വൽ ടു സെറ്റ് കെ എന്ന് കിട്ടും. വേർ ഈ കെ എന്ന് പറയുന്നത് എന്താണ്? കെ ഈസ് ദ ഐഡൻറ്റിറ്റി എലമെൻറ്റ് ഇൻ ജി ബൈ കെ. ഈ ജി ബൈ കെ എന്ന് പറയുന്ന ഫാക്ടർ ഗ്രൂപ്പിലെ ഐഡൻറ്റിറ്റി എലമെൻ്റ് എന്ന് പറഞ്ഞാൽ അതെന്താണ്? ജി ബൈ കെക്കകത്ത് കെ എന്ന് പറയുന്ന ഗ്രൂപ്പ് കണ്ടെയ്ൻ ചെയ്യും. ആ കെ തന്നെയാണ് അതിനകത്ത് ഐഡൻറ്റിറ്റി എലമെൻറ്റ്. ഇത് നമ്മൾ ഫാക്ടർ ഗ്രൂപ്പ് പഠിക്കുമ്പോൾ പഠിക്കുന്നതാണ്. ഓക്കെ, കെ
ഈ കെ എന്ന് പറഞ്ഞാൽ അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ജി ബൈ കെയിലെ എലമെൻസിനെ നമുക്ക് എ കെ ബി കെ അല്ലെങ്കിൽ എക്സ് കെ വൈ കെ അങ്ങനെ എഴുതാൻ പറ്റും. ഈ കെ എന്ന് പറയുന്നതിന് എനിക്ക് അങ്ങനെ എഴുതാം, ഇ കെ എന്ന് എഴുതാം. ഇതാണ് ഇവിടുത്തെ ഐഡൻറ്റിറ്റി എലമെൻറ്റ്. ഇതൊക്കെ നിങ്ങൾ പഠിച്ചതാണ്, ജസ്റ്റ് മനസ്സിലാവാൻ വേണ്ടി എഴുതിയെന്നേ ഉള്ളൂ. സോ കേർണൽ ഓഫ് ഫൈക്കകത്ത് ഐഡൻറ്റിറ്റി എലമെൻറ്റ് മാത്രമേ ഉള്ളൂ. ജി ബൈ കെയിലെ ഐഡൻറ്റിറ്റി എലമെൻറ്റായി കെ മാത്രമേ വരുന്നുള്ളൂ. സോ നമുക്ക് എന്ത് പറയാം? ഹെൻസ് ബൈ ലെമ്മ ജി ഫോർ ഫൈ ഈസ് 1 1. ഓക്കെ, ടു പ്രൂവ് ഫൈ ഈസ് ഓൺ ടു. നെക്സ്റ്റ്, ഫൈ ഈസ് ഓൺ ടു എന്ന് കാണിക്കാൻ വേണ്ടി ഫൈ എവിടെ നിന്ന് എങ്ങോട്ടുള്ള മാപ്പിംഗ് ആണ്? ജി ബൈ കെയിൽ നിന്ന് ഇമേജ് ഓഫ് എഫിലേക്ക്. സോ ഫൈ ഓൺ ടു ആണെന്ന് കാണിക്കണമെങ്കിൽ നമുക്ക് എന്ത് പറയണം? ഇമേജ് ഓഫ് എഫിലെ ഏതൊരു എലമെൻറ്റ് ഞാൻ എടുത്തു കഴിഞ്ഞാലും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എനിക്ക് ജി ബൈ കെയിൽ ഒരു എലമെൻറ്റ് കണ്ടുപിടിക്കാൻ സാധിക്കും, സച്ച് ദാറ്റ് ഫൈ ഓഫ് ആ ജി ബൈ കെയിലെ എലമെൻറ്റ് ഈസ് ഈക്വൽ ടു എന്ത് കിട്ടണം? അതായത് ഇത്രേ ഉള്ളൂ. നമ്മൾ ഇമേജ് ഓഫ് എഫിലെ ഏതൊരു എലമെൻറ്റ് എടുത്താലും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് അതിനൊരു പ്രീ ഇമേജ് നമുക്ക് ജി ബൈ കെയിൽ കണ്ടുപിടിക്കാൻ സാധിക്കും. ഓക്കെ, സോ ഞാനിവിടെ ഇമേജ് ഓഫ് എഫിൽ ലെറ്റ് എക്സ് എലമെൻറ്റ് ഓഫ് ഇമേജ് ഓഫ് എഫ് എടുക്കുകയാണ്. ഇമേജ് ഓഫ് എഫിലെ എലമെൻറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? ദെയർ എക്സിസ്റ്റ് സം വൈ എലമെൻറ്റ് ഓഫ് ജി. എക്സ് ഈസ് ആൻ ഇമേജ് ഓഫ് എഫ്. ഏതോ ഒരു എലമെൻറ്റ് ഇമേജാണ് എക്സ്. എവിടുത്തെ എലമെൻറ്റിൻ്റെ? എഫ് എന്ന് പറയുന്ന മാപ്പിംഗ് എവിടെ നിന്ന് എങ്ങോട്ടായിരുന്നു? ജിയിൽ നിന്ന് എച്ചിലേക്കായിരുന്നു. സോ അതുകൊണ്ട് തന്നെ ജിയിൽ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. എക്സ് എലമെൻറ്റ് ഓഫ് ഇമേജ് ഓഫ് എഫ് ആയതുകൊണ്ട് തന്നെ ദെയർ എക്സിസ്റ്റ് സം വൈ എലമെൻറ്റ് ഓഫ് ജി സച്ച് ദാറ്റ് എക്സ് ഈസ് ഈക്വൽ ടു എനിക്ക് എന്ത് പറയാം? എഫ് ഓഫ് വൈ. ഓക്കെ, അപ്പോൾ നമുക്ക് ജിയിൽ ഒരു എലമെൻറ്റ് കിട്ടി, വൈ. സിൻസ് വൈ എലമെൻറ്റ് ഓഫ് ജി എനിക്ക് എന്ത് പറയാം? ദെയർ എക്സിസ്റ്റ് വൈ കെ. ജിയിലെ എല്ലാ എലമെൻറ്റ്സിനും കറസ്പോണ്ടിങ് ആയിട്ടും ജി ബൈ കെയിൽ ഇങ്ങനത്തെ എലമെൻറ്റ്സ് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. സോ ദെയർ എക്സിസ്റ്റ് വൈ കെ എലമെൻറ്റ് ഓഫ് ജി ബൈ കെ സച്ച് ദാറ്റ് നമുക്ക് എന്ത് പറയാം? ഫൈ ഓഫ് വൈ കെ എടുത്ത് നോക്കുവാണ്. ഫൈ ഓഫ് വൈ കെ ബൈ ഡെഫിനിഷൻ ദാറ്റ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് വൈ. എഫ് ഓഫ് വൈ എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ് ആണ്. ദസ് നമുക്ക് എന്ത് പറയാം? ദസ് ഫോർ ഈച്ച് എലമെൻറ്റ് എക്സ് എലമെൻറ്റ് ഓഫ് ഇമേജ് ഓഫ് എഫ് ദെയർ എക്സിസ്റ്റ് സം വൈ കെ എലമെൻറ്റ് ഓഫ് ജി ബൈ കെ സച്ച് ദാറ്റ് ഫൈ ഓഫ് വൈ കെ ഈസ് ഈക്വൽ ടു എക്സ് എന്ന് കിട്ടി. സോ ഇമേജ് ഓഫ് എഫിലെ ഏതൊരു എലമെൻറ്റ് എടുത്താലും അതിനൊരു പ്രീ ഇമേജ് ജി ബൈ കെയിലുണ്ടെന്ന് കിട്ടി. സോ ഹെൻസ് ഫൈ ഈസ് ഓൺ ടു. ഓക്കെ, ദസ് ഫൈ ഈസ് എ വൺ നമ്മൾ പ്രൂവ് ചെയ്തു. സോ ഫൈ ഫ്രം ജി ബൈ കെ ടു ഇമേജ് ഓഫ് എഫ് ഈസ് ആൻ ഐസോമോർഫിസം. ഓക്കെ, ഇതിനകത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഇനി ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് പേഴ്സണലി ടെലിഗ്രാമിൽ മെസ്സേജ് അയക്കുകയോ അല്ലെങ്കിൽ ഗൂഗിൾ ക്ലാസ് റൂമിൽ ചോദിക്കുകയോ ചെയ്താൽ മതി.